ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമേ ഉള്ളൂ, ഇത് വേറെ എവിടെ ചെന്നാലും കിട്ടില്ല. അതുകൊണ്ടാണ് അവരതിനൊരു ഒരു ഒരു ഇമ്പോർട്ടൻസ്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചത് നമ്മളിപ്പോൾ ഈ അന്തർജന ഗ്രൂപ്പിൽ പലരും വീഡിയോ പോയി ഓണാക്കാതെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരെ കുറച്ചും കൂടി മുന്നോട്ട് അവർക്ക് അറിയുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു തരുന്നതിലൂടെ അവർ വീഡിയോ ഓണാക്കും, അവർ ഓഡിയോ ഓണാക്കും. അങ്ങനെ അവർ നമ്മുടെ അന്തർജന ഗ്രൂപ്പിൽ നിന്നും അവരങ്ങനെ വളർന്ന് ചിലപ്പോൾ നമുക്കിപ്പോൾ ലോകത്ത് ചിലപ്പോൾ അറിയുന്ന ആളായി മാറിയിരിക്കും. ചിലപ്പോൾ ഇതായിരിക്കും അവർക്കുള്ള തുടക്കം. ഈ ഒരു ഗ്രൂപ്പിലൂടെ ചിലപ്പോൾ അവർ ചിലപ്പോൾ ലോകം അറിഞ്ഞിരിക്കും. ഈ ഗ്രൂപ്പ് ഇപ്പൊ പലരും ലോകം എല്ലാവരും പല രാജ്യങ്ങളിൽ നിന്നും ഈ ഗ്രൂപ്പിൽ ആൾക്കാരുണ്ട്. ശ്രീരാമകൃഷ്ണൻ ഗൾഫിലാണ്, പലരും അങ്ങനെ കുറെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ചെറിയ ചെറിയ മോട്ടിവേഷൻ ക്ലാസ് അവർക്ക് കൊടുക്കുന്നതിലൂടെ അവരിപ്പോൾ കൂടുതലായിട്ട് ഈ ഗ്രൂപ്പിൽ ആക്റ്റീവായി തുടങ്ങി, അവർ കൂടുതലായിട്ട് അറിയാൻ തുടങ്ങി. അപ്പോൾ അവർക്കത് നല്ലൊരു പ്രചോദനമാണ്. ഞങ്ങൾ അത് ഉദ്ദേശിച്ചാണ് അവർക്ക് ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. കാരണം അവർ ഇതുപോലെ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാതെ ഞങ്ങൾക്ക് അപ്പോൾ അയാൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് ക്ലാസ് കേൾക്കാനും. അന്ന് മകനെ കുറിച്ച് കഥകളി സംഗീതമെല്ലാം ചൊല്ലിക്കും. കാരണം അതെല്ലാം കേട്ടിപ്പഴിച്ചപ്പോഴാണ് ആ കുട്ടിയും ചൊല്ലണം എന്ന് പറഞ്ഞ ആവശ്യം നല്ല ഞാൻ കേട്ടിരുന്നത്. അപ്പോൾ അതുപോലുള്ള ആൾക്കാർ വന്നത് അങ്ങനെ പലരും ഇതുപോലെ എനിക്കും കഴിയുന്നുള്ള ഇതുപോലെ വന്നിട്ടുണ്ട് ഈ ഗ്രൂപ്പിലേക്ക്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ആചാരങ്ങളിലേക്കാളും കൂടുതൽ ഇങ്ങനത്തെ ക്ലാസ്സുകളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. കാരണം ഇതും നല്ലതാണ്. അവർക്കും ഇതൊരു കൂടുതൽ എൻകറേജ് ചെയ്യാനും അവർക്ക് ഇതുപോലെ മോട്ടിവേറ്റ് ചെയ്യാനും അവർക്ക് ഇതിലേക്ക് വരാനും ആ ഒരു ഇല്ലം എന്നൊരു അകത്തു നിന്നും പുറത്തേക്ക് പോകാനുള്ളൊരു മാധ്യമമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പ്. കാരണം നമ്പൂതിരിമാരല്ല, നമുക്കും ഇതുപോലുള്ള കഴിവുകളുണ്ടെന്ന് അവർ ഈ ഗ്രൂപ്പിലൂടെയാണ് ഇപ്പോൾ തിരിച്ചറിയുന്നത്. എനിക്ക് ഈ കഴിവുണ്ട്. പലരും ഇപ്പോൾ റിട്ടയർഡായ കുറേ ആൾക്കാരാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. അവരിപ്പോൾ അവിടെ റിട്ടയർഡായി കുറച്ച് സൈലൻ്റായി ഇരിക്കുന്നതിനേക്കാളും നല്ലത് അവർ ഇതുവരെയുള്ള അനുഭവങ്ങൾ, അവർ ഇത്രയും കാലം സഞ്ചരിച്ച എല്ലാ ജീവിതത്തിലെ അനുഭവങ്ങൾ നമുക്ക് പങ്കിട്ട് തരികയാണ്. അപ്പോൾ നമുക്കതൊരു മോട്ടിവേഷനാണ്. നമുക്ക് അവർക്കൊരു എൻഗേജ്മെൻറ്റ് വയ്ക്കും. അവരൊരാൾ കൂടി പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്കൊരു പറഞ്ഞുകയും ചെയ്യും, നമുക്കത് ജീവിതത്തിലൂടെ നയിക്കുകയും ചെയ്യാം. അവർക്കൊരു എൻ്റർടൈൻമെൻ്റായി. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ അത് പലരും വേറെ രീതിയിൽ എടുക്കുന്നുമുണ്ട്. അന്തർജാല ആചാരങ്ങളല്ല, നിങ്ങളിപ്പം വേറെ ക്ലാസ്സുകളാണ്, മോട്ടിവേഷൻ, അങ്ങനെ പലരിലേക്കും വ്യതിചലിക്കുന്നു പറഞ്ഞിട്ട് പലരും കുറേ കമൻസ് ചെയ്യും. അപ്പം അത് നിങ്ങൾ അറിയിക്കണം. കാരണം ഇത്ര ആൾക്കാരെ നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല, എല്ലാവരും ഇപ്പോൾ കാണാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്കും എല്ലാവരുമായിട്ട് കോൺടാക്ട് ഉണ്ടാവും. എല്ലാവരും അറിയിക്കുക. ആചാരങ്ങൾ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇതിലേക്ക് പങ്കിടും. കാരണം അത് മറ്റുള്ളവർക്ക് നല്ലൊരു വ്യത്യാസം ഉണ്ടാക്കും. ഇനി എന്തെങ്കിലും ഇതിപ്പോൾ ഞങ്ങൾ മാത്രം ഓരോ ആദ്യം ഞങ്ങളായിരുന്നു ഓരോ വിഷയങ്ങൾ എടുക്കുക, ഓരോ അധ്യാപകന്മാരെ ക്ഷണിക്കുക. പിന്നെ കുറച്ച് ആൾക്കാരെ ക്ഷണിച്ച് ഓരോ ആൾക്കാരെ ഞാൻ ഇന്നാളെ ഏൽപ്പിച്ചിട്ടുണ്ട് ക്ലാസ് എടുക്കാൻ. അവർ വരും. അങ്ങനെ വന്നു തുടങ്ങി. പറഞ്ഞു തുടങ്ങി. ഇനി സ്വയം വരും, ഞാൻ ഇന്ന് ക്ലാസ് എടുക്കും, നാളത്തെ ക്ലാസ് എൻ്റെതാണ് എന്ന രീതിയിൽ നമ്മുടെ ഗ്രൂപ്പ് മാറണം. അതിനെക്കാട്ടിലും സബ്ജക്റ്റുകൾ എങ്ങനെ പഠിച്ചു സബ്ജക്റ്റ് കൊടുക്കുമ്പോൾ ആ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ പുസ്തകങ്ങൾ റെഫർ ചെയ്ത് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അതൊന്നും പറയുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ലത്. എനിക്കറിയാവുന്നത് മാത്രം പറഞ്ഞു കൊടുത്താൽ സബ്ജക്റ്റ് അവർ കുറച്ചും കൂടി റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കട്ടെ. അതെ. അപ്പോൾ അവർക്കും എന്ത് അറിവുണ്ടാവും, മറ്റുള്ളവർക്കും കൊടുക്കും. സബ്ജക്റ്റ് നിങ്ങൾ തന്നെ ഇട്ട് കൊടുക്കും. ഏതെങ്കിലും ഇതിനെ പറ്റിയിട്ട് പറയുക. അപ്പോൾ അപ്പോൾ എടുക്കാൻ അറിയണവരാണെങ്കിൽ അവർ തന്നെ പറയട്ടെ, ഇന്നതെൻ്റെയാണോ, അപ്പോൾ ആ ക്ലാസ് ഞാൻ എടുത്തോളാം എന്ന് പറയാലോ, അവർക്ക് പറയാൻ പറ്റുമല്ലോ. ഈ ശരിക്കും പറഞ്ഞാൽ നമ്പൂതിരിമാരെ വടക്കാണ് വന്നിരിക്കുന്നതെന്നാണ് കേട്ടിരിക്കുന്നത്. നിങ്ങൾ വടക്കുള്ളവരുടെ ആചാരങ്ങൾ ആകപ്പാടെ ഞാൻ പറയാം ഡോക്ടർ ശരിക്ക് നമ്പൂതിരിമാര് വടക്ക് വന്നിട്ടാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് മാറിയിരിക്കുന്നതെന്നാണ് കേട്ടേക്കുന്നത്. അന്തർജനങ്ങളുടെ ഈ ഗ്രൂപ്പിലെ വടക്കുള്ളവരുടെ ആചാരങ്ങളെക്കുറിച്ച് ആകെ ഒരു ക്ലാസ്സോ 2 ക്ലാസ്സോ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ട്. മധ്യ കേരളത്തിലുള്ളവരാണ് ഞങ്ങൾ കുറേ പേര്, തെക്കുള്ളവരും ഉണ്ടാവും. എന്നാലും വടക്കുള്ളവരുടെ കുറച്ചുകൂടെ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് കുറേ കൂടെ അറിയണമെന്നൊരാഗ്രഹം. അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്താൽ നന്നായി. നിത്യകർമ്മങ്ങളെ കുറിച്ചുള്ള നേരിടണ പരിപാടികളൊക്കെ അതിൻ്റെ ഒരു കാര്യം കൂടെ
വീഡിയോ ഞാൻ അണിമംഗല ഇടയ്ക്ക് പറഞ്ഞിരുന്നു. വീഡിയോ പിന്നെ ഇടയ്ക്ക് നല്ല തിരക്കില്ല. ഇടയ്ക്ക് പറയുന്നു 4 കുട്ടികൾ ഉണ്ട്, എനിക്ക് സമയമില്ല. അന്ന് ഇടയ്ക്കാണ് ശരിക്കും എന്താ പറയുക, നേരിട്ട് ചെയ്യുമ്പോൾ ഡെമോൺസ്ട്രേഷൻ ചെയ്യണം, അല്ലെങ്കിൽ മനസ്സിലാവില്ല. കാരണം പ്രാണാതി ഇടുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ചാൽ എന്താ ഇങ്ങനെ കാണിക്കണം, ഏത് വരണം എന്താണെന്ന് ചോദിക്കും. ഇപ്പോൾ ഞാൻ ദിവസം ചെയ്യുമെന്നല്ല, പക്ഷെ എന്നാലും കൈ ശീലമുള്ളവർക്കത് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ പ്രാണാതി ഇടുമെന്ന് പറഞ്ഞാൽ ആ വെന്തിട്ട് എൻ്റെ ഒരാൾ പറഞ്ഞു, അതപ്പോൾ ഓരോന്നില്ല അതുപോലെ ഇപ്പോൾ അങ്ങനെ ശരിക്കും അതെന്തിനാ ചെയ്യണേന്നും കൂടെ പറയണം. നമ്മൾ വെറുതെ കൈക്രിയ, അദ്ദേഹം പറഞ്ഞ വാക്കതാണ്, കൈക്രിയ ചെയ്യരുത്. അത് നേദിക്കുന്നതിലും ഇപ്പോൾ പൂജയിൽ ശ്രീ ഹരിഗോവിന്ദൻ നമ്പൂതിരി പറഞ്ഞ പോലെ തന്നെ അന്തർജനങ്ങളുടെ നേദിക്കലും വെറുതെ കൈക്രിയ മാത്രമാവരുത്. നമ്മൾ ചെയ്യണത് എന്താണെന്നുള്ള മനസ്സിലൊരു ബോധ്യം വരണം. ഇപ്പോൾ പ്രാണാതി ഇടുകയാണെങ്കിൽ എങ്ങനെയാണ് പ്രാണാതി ഇടുന്നത്, അത് നേദിക്കൽ പഠിപ്പിക്കുമ്പോൾ നിർബന്ധമായിട്ടും അതൊരു ഡെമോൺസ്ട്രേഷൻ ചെയ്യണം. എന്താണ് ചെയ്യണത്, ഇപ്പോൾ ശംഖുപൂരണം ചെയ്യുക, അങ്ങനെ ഓരോന്നും ചെയ്യുമ്പോഴും അതെന്ത് ചെയ്യണം. അതുപോലെ നമ്മൾ വലത്തുകണ്ടി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആ വലത്തുകണ്ടി ഉണ്ടാക്കണത് എന്തിനാ, അതിൻ്റെ മന്ത്രം എന്താ, മന്ത്രത്തിൻ്റെ അർത്ഥം എന്താ, അത്രയും ആഴത്തിൽ പഠിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഏകാഗ്രത കിട്ടും. ഇപ്പം ഇവിടെ പറഞ്ഞ ഓരോരുത്തരും അത് നമുക്ക് അതും കൂടെ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചാലേ അതിൻ്റെ ഒരു ഫലം എന്ന് പറയാൻ വേണമെങ്കിൽ പറ്റണ പോലെ ചെയ്യുക, അത്രയും പറയാൻ പറ്റുമോ. പക്ഷെ അത് ചെയ്യേണ്ടതാണ്. പൂജാപഠനം പോലെ തന്നെ നമുക്ക് നേടിക്കലിൻ്റെ നല്ലൊരു പഠനം എടുക്കാൻ ശരിക്കും ഇങ്ങനെ ഒരു ക്ലാസ് ഇതായിട്ട് നല്ലോണം അറിയണം. എത്രയോ പേരുണ്ട് സാധാരണ ചെയ്യുന്ന, എത്രയോ അന്തർജനങ്ങൾ നമ്മുടെ അടുത്ത് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അവരെയൊക്കെ നമുക്കൊന്ന് കൊണ്ടുവന്ന് ഓരോ ദിവസവും ഓരോ ഭാഗങ്ങൾ ഓരോന്ന് മനസ്സിലാക്കി കൊടുത്ത്, അപ്പോൾ ഇന്നിവിടെ ഓരോരുത്തരും പ്രബന്ധം അവതരിപ്പിച്ച പോലെ നമുക്ക് അവതരിപ്പിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ വേദിക്കലെ എല്ലാ അന്തർജനങ്ങളെയും എന്നുവെച്ചാൽ എല്ലാ കുട്ടികളെ വരെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അതിന് പറ്റിയ ആരെങ്കിലും നമുക്ക് കണ്ടുപിടിച്ച് ഞങ്ങളവിടെ ഞങ്ങളുടെ അതിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ തന്നെയായിട്ട് രീതിയിൽ പഠിപ്പിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതല്ല, നല്ല അത്രയും കഴിവും ഇതുള്ളവരെ കൊണ്ട് തന്നെ നമുക്കതിന് നല്ലൊരു പഠിപ്പിക്കണം. അങ്ങനെ അപ്പോൾ നേരിക്കൽ പഠിക്കണം എന്നുള്ളത് കുറേ പേര് ഇപ്പോൾ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അത് മാത്രമല്ല, അത് ശരിക്കും ഇപ്പോൾ ഒരു അയിനൂണാണ്, അല്ലെങ്കിൽ ഒരു ചോറൂണാണ്, ഒരു ചോറൂണാണ്. അങ്ങനെ ഇപ്പോൾ പല സ്ഥലത്തും പലരും വിളിക്കാറുണ്ട് കേട്ടോ, വൈനൂണ് വരും കേട്ടോ, എഴുത്തിയൊന്ന് വരുമെന്ന് ശരിയാക്കുന്നു. പക്ഷേ എനിക്കൊന്നും അറിവില്ല. അതിനേക്കാളൊക്കെ എത്രയോ അറിവുള്ളവർ നമ്മുടെ ഇടയിലുണ്ട്. പിന്നെ ഓരോ ദേശത്ത് ഓരോ ചിട്ടകളാണ്. അണിയലിന് വരെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ കുടിവെപ്പിനാണെങ്കിൽ ആന്തോളം അണിയണം. ആന്തോളം തന്നെ പല വിധത്തിലുണ്ട്. അങ്ങനെ പല ഇപ്പോൾ പറ വയ്ക്കുമ്പോൾ അണിയണത്, അങ്ങനെ പല സ്ഥലത്തും പല വ്യത്യാസങ്ങളുണ്ട്. അപ്പം അതിനനുസരിച്ച് അതൊക്കെ കൂടി ഇതുപോലെ ഇപ്പോൾ ഇന്ന് ബന്ധം അവതരിപ്പിക്കുമ്പോൾ ഇവർ ക്രോഡീകരിച്ച് ചെയ്ത പോലെ നമുക്ക് ഓരോ ഭാഗത്തുള്ള അന്തർജനങ്ങളെയും കണ്ടുപിടിച്ച് അവരുടെ ഓരോ പൂജാവിധികളെ നേദിക്കുന്ന വിധികൾ നമ്മൾ മനസ്സിലാക്കി അതൊന്ന് ക്രോഡീകരിച്ച് നമുക്ക് എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയതിൽ അപ്പം ഞാനൊക്കെ നല്ല ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളവിടെ ഞങ്ങളുടെ സംഘടനയിൽ ഉണ്ടായിട്ടുണ്ട്, നേദിക്കൽ പഠിപ്പിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്, അണിയാൻ പഠിപ്പിച്ചു. അങ്ങനെ പലതും ഇപ്പം ഈ പറഞ്ഞ പോലെ അവണപ്പലക എന്താണെന്ന് വരെ അറിയാത്തവർ ഇഷ്ടം പോലെ ഉണ്ട്. ഇല എന്താ, തൂഷനില എന്ന് പറഞ്ഞാൽ എന്താണ് അതറിയാത്തവർ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അറിയാത്തവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അതിലൊക്കെ മനസ്സിലാക്കി അവരെ നല്ലൊരു ഇനിയുള്ള തലമുറയാണ്. എനിക്ക് പറഞ്ഞ പോലെ അടുത്ത തലമുറയാണത് ഭംഗിയായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ചെറുപ്പക്കാരെയൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അനക്കെ പോലെയുള്ള മിടുക്കി കുട്ടികളെ കുറേ പേരെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ഉത്സാഹത്തിൽ നമുക്ക് ഇത് പലതും നടത്താൻ സാധിക്കും എന്നുതന്നെയാണ് അഭിപ്രായം. നമ്മുടെ അന്തർജനങ്ങളുടെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാം. പൂജ പഠന ക്ലാസ് ഉണ്ടായിരിക്കും, ക്ലാസ് ബൈ ക്ലാസ് ആയിട്ട് ഇങ്ങനെ അതുപോലെ വേണം എന്നായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം എല്ലാ സബ്ജക്റ്റും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താനുണ്ടെന്നാണ്. നേരിട്ട് മാത്രമല്ലാതെ ഈ ആന്തോളം കളികളൊക്കെ പാറയ്ക്കാണെങ്കിലും അങ്ങനെ അത് ക്ലാസ് ബൈ ക്ലാസ് ആയിട്ട് ഒരു 1 മാസം പോലെയോ അങ്ങനെ 6 മാസത്തെ കോഴ്സ് പോലെയോ അങ്ങനെ ഒരാൾ കൃത്യമായിട്ട്
പറഞ്ഞു കൊടുക്കുമ്പോൾ തീരുന്നത് വരെ ഈ പറഞ്ഞ സംഭവങ്ങൾ തീരുന്നത് വളരെ എളുപ്പം പല സ്ഥലത്തും പോയിട്ട് ഇത് ചെയ്തു കൊടുക്കാൻ ശരിക്കും മനസ്സിലാക്കുന്ന ഒരു ആവശ്യമുണ്ട് ഞങ്ങളെക്കാളും ഒരു കുറിയൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ. അപ്പം ഇതൊരു വീഡിയോ പോലെ ഞാൻ വന്ന് മീറ്റിൽ ഉണ്ടോ? തീരുമാനമായിട്ടില്ല. നമ്മളുടെ അന്തർജന സമ്മേളനം അന്തർജനങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ തമ്മിൽ ഒരു പുസ്തകം ഇറക്കുക നല്ലതാണ്. കാരണം നമുക്ക് അത് കുറച്ചുകൂടെ റെഫർ ചെയ്യാൻ എളുപ്പമുണ്ടാവും. അത് പ്രാദേശികമായ വ്യത്യാസങ്ങൾക്കുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യുന്നത് കുറച്ച് നല്ലത്. അതിപ്പോൾ നമ്മുടെ ആചാര്യമാരെ വിജയർത്തിയുണ്ട്, അണിമംഗലം സാവിത്രി, കാവനാട് സാവിത്രി, അങ്ങനെയുള്ള കുറേ പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഓരോ വടക്ക് തെക്ക് നടുക്ക് മധ്യ കേരളത്തിന് പലതരം വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ആ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് ഒരു പുസ്തകം ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം അവരവർക്ക് അവരുടെ കുടുംബത്തിൽ ചെയ്യേണ്ട രീതിയിലാണ് ചെയ്യേണ്ടത്, പരിധിയൊക്കെ ചെയ്യേണ്ടത് അവരുടെ രീതിയിലെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം ഇറക്കുന്നതായിരിക്കും നല്ലത്. ഇത്രയും കാലം നമ്മൾ നമ്മുടെ ഈ പൂജാമെല്ലാം ഓൺലൈനായിട്ടാണ് ചെയ്തത്. മറ്റു കാര്യങ്ങളെല്ലാം ഓൺലൈനാണ്. ഇനിയിപ്പോൾ എനിക്കിപ്പോൾ കോളേജ് തുറക്കും. ഇപ്പോൾ എനിക്ക് അതിൻ്റെ ഓരോ ഇപ്പോൾ ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരുന്നു, ഓൺലൈനായിട്ടൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇത്രയും കാലം ഫ്രീ ആയിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഞായറാഴ്ച നടക്കുന്ന ക്ലാസ്സാണ്, ഓൺലൈനാണ്. ബുക്ക് നോട്ട് എഴുതുന്നത്. എനിക്കിപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ സമയം ഉണ്ടാവും തോന്നുന്നില്ല. അതിൻ്റെ ബുക്കെല്ലാം വേഗം കഴിയും. ഈ ചെയ്യാൻ ഓൺലൈനായാണെങ്കിൽ വേഗം ചെയ്യാൻ കഴിയും. ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള പറ്റും. അതിനായിട്ട് കുഞ്ഞുങ്ങളായിട്ട് ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ വരണം.